എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഈ പത്രസമ്മേളനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ പങ്കെടുക്കുന്നു. അദ്ദേഹം നമ്മോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഈ പത്രസമ്മേളനം വഴി 3 ചോദ്യങ്ങളാണ് CPM-ന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ സോണിയാഗാന്ധിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ചോദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ്. അദ്ദേഹം ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭരണഘടനയിൽ കൈവച്ച് സത്യപ്രതിജ്ഞ എടുത്ത ഒരു മുഖ്യമന്ത്രിയാണ്. എന്നിട്ട് എന്ത് കാരണമാണ്, എന്തുകൊണ്ടാണ് അദ്ദേഹം, എൻ്റെ ആദ്യത്തെ പ്രശ്നമാണ്, കേരള ലോകായുക്ത ആക്ട് 99 പ്രകാരം ഒരു ലോകായുക്ത അല്ലെങ്കിൽ ലോകായുക്ത ആയ ഒരു വ്യക്തി ഓഫീസ് ഓഫ് പ്രോഫിറ്റോ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാവാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ടും ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിനെ ഓംബുഡ്സ്മാൻ ആക്കുന്നു. ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ് ഉപലോകായുക്തയായിരുന്നു. കേരള ലോകായുക്ത 99 ആക്ട് പ്രകാരം അദ്ദേഹത്തിന് ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എടുക്കാൻ അനുവാദമില്ല. എന്നിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെ ലംഘിച്ച് ഇദ്ദേഹത്തിനെ ഓംബുഡ്സ്മാൻ ആക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ ഒരു ഇഷ്യൂനെ കുറിച്ച് ഞങ്ങൾ BJP NDA ഇന്നലെ ഗവർണറിനെ പോയി കണ്ടു. ലോക് ഭവനിൽ അദ്ദേഹത്തിനെ കണ്ടു. ഞങ്ങളുടെ ഒരു റെപ്രസെന്റേഷൻ ഗവർണർ കൊടുത്തിട്ടുണ്ട്. കൃത്യമായ ഫാക്റ്റും വസ്തുതയെല്ലാം ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, എന്താണ് ഒരു കമ്പൾഷൻ ഒരു ഉപലോകായുക്തനെ ആക്ടിനെ വയലേറ്റ് ചെയ്ത് ഓംബുഡ്സ്മാൻ ആക്കുന്ന ഒരു ശ്രമം എന്താണ് ആവശ്യം? ഒന്ന്. രണ്ടാമത്തെ ഒരു ചോദ്യം, അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്